മൂന്നാർ ഇക്ക നഗറിൽ അനധികൃത നിർമ്മാണം നടത്തിവന്നിരുന്ന 3 നില കെട്ടിടം സർക്കാർ ഏറ്റെടുത്തു. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് കെട്ടിടം ഏറ്റെടുത്തത്. നിർമ്മാണം നടത്തിയവർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ 1 മാസത്തെ സാവകാശവും നൽകി. മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡായ ഇക്ക നഗറിൽ നിർമ്മാണത്തിലിരുന്ന 3 നില കെട്ടിടമാണ് പഞ്ചായത്ത് സെക്രട്ടറി KN സഹജന്റെ നേതൃത്വത്തിലുള്ള സ്ഥലം ഏറ്റെടുത്തത്. ആവശ്യമായ രേഖകളോ അനുമതിയോ ഇല്ലാതെയും റവന്യൂ വകുപ്പിന്റെ നിരാക്ഷേപ പത്രം കൂടാതെയുമാണ് കെട്ടിടത്തിന്റെ അനധികൃത നിർമ്മാണം നടന്നിരുന്നത്. 2 തവണ കെട്ടിടത്തിന്റെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഇത് വകവയ്ക്കാതെ രാത്രിയുടെയും അവധി ദിവസങ്ങളുടെയും മറവിൽ നിർമ്മാണങ്ങൾ തുടർന്നു വരികയായിരുന്നു. അറുമുഖം എന്ന വ്യക്തി തന്റെ സ്ഥലമാണെന്ന അവകാശവാദം ഉന്നയിച്ചെങ്കിലും അത് തെളിയിക്കാനാവശ്യമായ രേഖകൾ ഒന്നും തന്നെ ഹാജരാക്കിയിരുന്നില്ല. പഞ്ചായത്ത് ആവശ്യപ്പെട്ട രേഖകൾ നൽകാതെ വന്നതോടെയാണ് കെട്ടിടം സർക്കാർ ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് നീങ്ങിയത്. മൂന്നാറിൽ കെട്ടിട നിർമ്മാണത്തിനും അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കെ യാതൊരുവിധ രേഖകളുടെ അനുമതിയില്ലാതെ മൂന്നാറിൽ നിർമ്മിച്ച ഈ കെട്ടിടം അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കിക്കൊണ്ട് തുറന്ന നടപടികൾ സ്വീകരിക്കും. ഈ കെട്ടിടം ഔപചാരികമായി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തായിട്ട് അറിയിക്കുന്നു. ഉടമയ്ക്കോ ആരെങ്കിലും ഇതിൻ്റെ ഉടമയെ സംബന്ധിച്ച് പോലും ഇവിടെ വ്യക്തതയില്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതെങ്കിലും ആളുകൾ ഇതിൻ്റെ ഉടമയായിട്ട് ഉണ്ടെങ്കിൽ ഒരു അറുമുഖം എന്നൊക്കെ പറയുന്നു, ഇവിടെയൊന്നും വ്യക്തതയില്ല. ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് വരെ 1 മാസത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട്. ആ 1 മാസത്തെ സാവകാശത്തിനുള്ളിൽ ആധികാരിക രേഖകൾ ഹാജരാക്കുന്ന പക്ഷം അദ്ദേഹത്തിന് കെട്ടിടത്തിൻ്റെ അവകാശം നിലനിൽക്കും. ഇല്ലെങ്കിൽ 1 മാസത്തിന് ശേഷം ഈ കെട്ടിടം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പൊളിച്ചു മാറ്റുന്നതാണ്. അതേസമയം കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ 1 മാസത്തെ സാവകാശം നൽകിയിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിച്ചില്ലെങ്കിൽ കെട്ടിടം പൊളിച്ചു നീക്കുന്ന നടപടികളിലേക്ക് നീങ്ങുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. കേരള പഞ്ചായത്ത് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ അനുസരിച്ചാണ് കെട്ടിടം ഏറ്റെടുത്തിരിക്കുന്നത്. കെട്ടിടം സർക്കാരിന്റെ ഭാഗമായതോടെ പ്രസ്തുത സ്ഥലത്തോ കെട്ടിടത്തിലോ പ്രവേശിക്കുന്നത് അനധികൃത കടന്നുകയറ്റമാകുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ഭൂമിയുടെ ആധികാരികത അനുവദിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ തെളിയിച്ചില്ലെങ്കിൽ ഈ ഭൂമി റവന്യൂ പുറമ്പോക്കായി കണക്കാക്കും. നിലവിൽ ഏറ്റെടുത്ത കെട്ടിടത്തിൽ പഞ്ചായത്ത് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പോലീസിന്റെ സഹായത്തോടെയായിരുന്നു കെട്ടിടത്തിന്റെ ഏറ്റെടുക്കൽ. അതേസമയം ഈ കെട്ടിടത്തിന് സമീപം മൂന്നാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പണി പൂർത്തിയാക്കിയ കെട്ടിടത്തിന് ആവശ്യമായ രേഖകളില്ലെന്നും പഞ്ചായത്ത് നടപടി സ്വീകരിച്ചില്ലെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുകയാണ്. ബിനീഷ്, വലിയ രീതിയിലുള്ള അനധികൃത നിർമ്മാണം നടത്തിയെന്നാണ് ഈ കെട്ടിടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം. തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർ ഈ ഒരു കെട്ടിടം ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഈ അറുമുഖം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് തൻ്റെ ഭൂമി എന്ന് അവകാശപ്പെട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്? കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭദ്ര, ഈ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ ഈ 10ാം വാർഡിലാണ് ഒരു അനധികൃത കയ്യേറ്റം പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 3 നില കെട്ടിടമാണ് അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി KN സഹജൻ കഴിഞ്ഞ ദിവസങ്ങളോട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇതിന് അനുമതികളോ പഞ്ചായത്തിൽ നിന്ന് യാതൊരു അനുമതിയോ അല്ലെങ്കിൽ ഈ റവന്യൂ വകുപ്പിന്റെ NOC ഇല്ലാതെയാണ് ഈ കെട്ടിടം നിർമ്മാണം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് ഈ കെട്ടിടം ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചത്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ 3 പ്രാവശ്യം അങ്ങനെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഇത് വകവയ്ക്കാതെയാണ് ഈ രാത്രിയുടെയും മറവിലും അവധി ദിവസങ്ങളുടെ മറവിലും എല്ലാം തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നു വരികയെന്നാണ് ഈ പഞ്ചായത്തിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ സെക്രട്ടറി അടക്കം സ്ഥലത്തെത്തി വൈകുന്നേരത്തോടെ ഈ നിർമ്മാണം നിർത്തിവെച്ച ഇവിടെ ബോർഡ് സ്ഥാപിച്ച ഈ കെട്ടിടം ഏറ്റെടുക്കുകയായിരുന്നു. ഈ സ്ഥലം ആറുമുഖം എന്ന ഒരു വ്യക്തിയാണ് തന്റെ സ്ഥലമാണെന്നാണ് ഒരു അവകാശം ഉന്നയിച്ചത്. എന്നാൽ ഇത് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഒന്നും തന്നെ പഞ്ചായത്തിൽ ഹാജരാക്കിയില്ല. പഞ്ചായത്തിൽ നിന്ന് ആവശ്യപ്പെട്ട രേഖകൾ നൽകാതെ വന്നതുവരെയാണ് ഈ കെട്ടിടം ഏറ്റെടുക്കൽ നടപടിയിലേക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോയത്. ഈ സാമൂഹിക ഉടമസ്ഥാവകാശം തെളിയിക്കാൻ ഈ ബന്ധപ്പെട്ടവർക്ക് സാവകാശം നൽകിയിരുന്നു. 1 മാസത്തെ സാവകാശമാണ് നൽകിയത്. എന്നാൽ ഈ സമയത്തിനുള്ളിൽ തന്നെ ഈ രേഖകളൊന്നും ഹാജരാക്കാൻ സാധിച്ചില്ല.
അതുകൊണ്ട് തന്നെയാണ് ഈ കെട്ടിടം ഏറ്റെടുക്കാൻ ഇപ്പോൾ അനധികൃതമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് കണ്ടെത്തി ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ മൂന്നാർ മേഖലയിലുള്ള അനധികൃത കെട്ടിടങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളെ നടപടി ഘടിപ്പിക്കാൻ തന്നെയാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഇനി കേരള പഞ്ചായത്ത് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ അനുസരിച്ചാണ് ഇപ്പോൾ ഈ കെട്ടിടം ഈ 3 നില കെട്ടിടം ഏറ്റെടുത്തിരിക്കുന്നത്. കെട്ടിടത്തിന് സർക്കാരിന്റെ ഭാഗമായ സ്ഥലത്തോ കെട്ടിടത്തിലോ പ്രവേശിക്കരുതെന്നും അനധികൃത കടന്ന് കയറ്റമാവുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ഇവിടെ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ നിരീക്ഷണം ശക്തമാക്കും. ഈ ബിൽഡിങ്ങിൽ അനധികൃത നിർമ്മാണം നടക്കുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയാൽ വീണ്ടും ഈ കെട്ടിടം പൊളിച്ചു നീക്കൽ നടപടികളിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് പഞ്ചായത്തിന്റെ തീരുമാനം. പഞ്ചായത്തും പോലീസിന്റെ സഹകരണത്തോടെയായിരുന്നു ഈ പഞ്ചായത്ത് ഈ 3 നില കെട്ടിടം ഏറ്റെടുത്തത്. ബിനീഷ്, അതുപോലെ തന്നെ മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടി ഉയരുന്നുണ്ട്. അതായത് ഈ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു തൊട്ട് അടുത്ത് തന്നെ മറ്റൊരു കെട്ടിടം കൂടി പണിതിട്ടുണ്ട്. അതിനും ഇത്തരത്തിലുള്ള രേഖകളും ഒന്നും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല അതിനെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. ബിനീഷ്, ഏതായാലും ഈ കെട്ടിടത്തിനായി തന്നെയാണ് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു 2 നില കെട്ടിടമുള്ളതായിട്ടാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് സെക്രട്ടറി ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കെട്ടിടത്തിനും പേപ്പറുകൾ അല്ലെങ്കിൽ കൃത്യമായുള്ള അനുമതി ഉണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലാണോ ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയതെന്നും കൃത്യമായി പരിശോധിച്ച ശേഷം ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെയും നടപടിയെടുക്കാൻ തന്നെയാണ് പഞ്ചായത്തിന്റെ തീരുമാനം. കാരണം നിരവധി കോണുകളിൽ നിന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത്. കാരണം ഇതിന് പക്കലുള്ള 3 നില ബിൽഡിംഗ് മാത്രം ഏറ്റെടുത്തു. ഇതിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന അനധികൃതമായി കണ്ടെത്തിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെട്ടിടത്തിന് യാതൊരുവിധ പേപ്പറുകളില്ലാതെ നിർമ്മാണം നടത്തിയെങ്കിലും ഇതിന് യാതൊരുവിധ പഞ്ചായത്ത് നടപടിയെടുത്തിട്ടില്ല എന്നുള്ള നിരവധി ആരോപണങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും പഞ്ചായത്ത് സെക്രട്ടറി ഇതും കൃത്യമായി അന്വേഷിച്ച് ഈ കെട്ടിടത്തിനും കൃത്യമായി പേപ്പറുണ്ടോ അല്ലെങ്കിൽ അനുമതിയോടെയാണോ ഈ നിർമ്മാണം നടത്തിയത് എന്നുള്ള കൃത്യമായ പരിശോധന നടത്തി ഇവിടെയും ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെട്ടിടത്തിനും നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഭദ്ര. ബിനീഷ്, ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ഉന്നയിക്കുന്ന ഈ അറുമുഖത്തിന്റെ എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്? അദ്ദേഹം തന്റെ സ്ഥലമാണ് എന്ന് വാക്കാൽ മാത്രം പറയുന്നു, അതിന് മതിയായ രേഖകളൊന്നും സമർപ്പിച്ചിട്ടില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പുതിയ അപ്ഡേഷൻസ് എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ബിനീഷ്? ഭദ്ര, ആറുമുഖം എന്ന വ്യക്തിയാണ് തന്റെ സ്ഥലമെന്ന അവകാശവാദം ഉന്നയിച്ചെങ്കിലും ഇത് തെളിയിക്കാനായി ആവശ്യമായ ഒരു രേഖകളൊന്നും തന്നെ ഈ പഞ്ചായത്തിലേക്ക് ഹാജരാക്കില്ല. ഇതിനു മുന്നോടിയായി തന്നെ പഞ്ചായത്ത് ഇദ്ദേഹത്തിന് 1 മാസം സമയം നൽകിയിരുന്നു. ആവശ്യമായ രേഖകൾ തന്റെ സ്ഥലമാണെന്ന രേഖകൾ ഹാജരാക്കാൻ 1 മാസം സാവകാശം നൽകിയിരുന്നു. ഈ 1 മാസത്തിനകം രേഖകൾ ഹാജരാക്കാൻ തന്നെയാണ് പഞ്ചായത്ത് കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഈ 1 മാസത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് ഈ കൃത്യമായൊരു തന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന യാതൊരുവിധ പേപ്പറുകളും ഹാജരാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പഞ്ചായത്ത് വീണ്ടും ഈ ഏറ്റെടുക്കൽ നടപടികളായിട്ട് മുന്നോട്ട് പോയിരുന്നത്. ഏതായാലും ഈ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ ആറുമുഖം എന്ന വ്യക്തി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഭദ്ര. ശരി ബിനീഷ്, മൂന്നാർ ഇക്ക നഗറിൽ അനധികൃത നിർമ്മാണം നടത്തി വന്നിരുന്ന 3 നില കെട്ടിടം സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ള അറുമുഖത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 1 മാസത്തിനകം ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ പഞ്ചായത്തിൽ സമർപ്പിക്കണം. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള നടപടിയിലേക്ക് അധികൃതർ കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ മറ്റൊരു കെട്ടിടം കൂടി അനധികൃതമായി നിർമ്മാണത്തിൽ ഇരിക്കുന്നുണ്ട്. അത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള കെട്ടിടമാണ്. ഇതിനും NOC അടക്കമുള്ള രേഖകൾ ഇല്ല എന്നാണ് ഉയർന്നു വരുന്ന പരാതി. നാട്ടുകാരാണ് ഇത്തരത്തിലുള്ള പരാതി ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കേസിലും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിശദീകരണങ്ങൾ. അദ്ദേഹം ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കും. തുടർന്ന് ആ കെട്ടിടവും എന്ത് വേണം എന്നുള്ള കാര്യം, അത് സർക്കാർ ഏറ്റെടുക്കണമോ തുടങ്ങിയ കാര്യങ്ങളിലേക്കെല്ലാം കടക്കുമെന്നാണ് അറിയുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബിനീഷ് ആന്റണി.